എൻ്റെ പേര് സിബിൻ ചന്ദ്രൻ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യാൻ പോവാം. 35+ കാറ്റഗറി മെൻസിൽ സ്വീഡനിൽ വെച്ച് നടക്കുന്ന ഈ മാസം ഓഗസ്റ്റ് 10 തൊട്ട് 23 വരെ സ്വീഡനിൽ ഗൊത്തൻബർഗ് വെച്ച് നടക്കുന്ന വേൾഡ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 35+ കാറ്റഗറി മെൻസിന് വേണ്ടി ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യാണ്. ഐറ്റം ഹാമർ ത്രോ ആണ്. നമ്മുടെ മെയിൻ പ്രശ്നം ഫിനാൻഷ്യലാണ്. ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് പോയിട്ട് വരാനായിട്ട് 2.5 ലക്ഷം രൂപയോളത്തോളം എക്സ്പെൻസ് ആവുന്നുണ്ട്. അതിനുള്ള സാഹചര്യം നമുക്കിവിടെ കിട്ടുന്നില്ല. സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല, അല്ലാതെ നമുക്ക് സ്റ്റേറ്റ് സപ്പോർട്ട് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം നമുക്കിപ്പോൾ ഫേസ് ചെയ്യേണ്ടത്. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇല്ല, ഒരു 5 വർഷത്തിന് മുമ്പേ എക്സ്പെൻസ് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അസോസിയേഷനൊക്കെ കൂടി അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ കാരണം ഇപ്പം നമുക്ക് കിട്ടുന്നില്ല. അതർ സ്റ്റേറ്റൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് കേരള യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. സായിലും പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം അവർ തരുന്നുണ്ട്. ഇത് കേരള യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. സായിലും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡയറക്ടർ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ പോകാനുള്ള എക്സ്പെൻസ് മാത്രം നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഇൻ്റർനാഷണൽ മീറ്റ് പോകുന്നത് 2.5-3 ലക്ഷം രൂപ അടുപ്പിച്ചാവും പോയിട്ട് വരാനായിട്ട്. ഒരു ഇൻ്റർനാഷണൽ മീറ്റ് പോയിട്ട് വരാനായിട്ട് 2.5-3 ലക്ഷം രൂപ പോയിട്ട് വരാനായിട്ട്. അപ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് സ്പോർട്സിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് വെച്ച് ഇത്രയും വലിയൊരു മീറ്റ് പോയിട്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പം നമ്മളൊരു 4 മാസത്തിന് മുമ്പേ ആയിരുന്നു സ്റ്റേറ്റ് മീറ്റിൽ ഗോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ നാഷണൽ മീറ്റ്സ് പൂനെയിൽ വെച്ച് നാഷണൽ മീറ്റിൽ ഗോൾഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് സെലക്ട് ആയത്. ഞാനിപ്പം അടുത്ത ആഴ്ച ഓഗസ്റ്റ് 10 പോവുകയാണ്. ഇപ്പോൾ നിലവിൽ പൈസ എന്തെങ്കിലുമൊക്കെ ആയോ? കുറച്ചായിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ വേണം. ഒരു 50% ആയിട്ടുണ്ട്. ഇനി ഒരു 50% കൂടെ വേണം. എവിടെ നിന്ന് ഒപ്പിച്ചു? അത് ഫ്രണ്ട്സിൻ്റെ എന്നൊക്കെ മേടിച്ചു. തൽക്കാലം പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചതാണ്. പിന്നെ ലോൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇതൊരു വലിയ ഡ്രീമാണോ? അതെ, വേൾഡ് ചാമ്പ്യൻഷിപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു ഡ്രീം തന്നെയാണ്. മെഡലാണ് ലക്ഷ്യം. നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡെയിലി രാത്രി വൈകുന്നേരം 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് ഡേയ്സ് ഉച്ചയ്ക്കൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ സമയം 11 തൊട്ട് 12 മണി 1 മണി വരെയൊക്കെ ചെയ്യും. പ്രാക്ടീസും ഫെസിലിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രോബ്ലം എക്സ്പെൻസാണ്. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇതിനു മുമ്പേ കിട്ടിയിട്ടുണ്ട് സെലക്ഷൻ. പക്ഷേ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം പോകാൻ പറ്റിയിട്ടില്ല. ഈ തവണയെങ്കിലും പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും ഗവൺമെൻറ് ഏജൻസികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ ലെറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ റെസ്പോണ്ടൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകാൻ വേണ്ടി? അതെ, ഇൻ്റർനാഷണൽ മീറ്റ് ആദ്യത്തെയാണ്. ഇതിനുമ്പോൾ നാഷണൽസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നാഷണൽസ് പോകുന്നതും ഫുൾ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ മീറ്റ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. നല്ലൊരു എക്സ്പെൻസ് ആണ് മീറ്റ് പോയിട്ട് വരിക. ഓരോ തവണ ഓരോ രാജ്യത്തായിരിക്കും. എത്ര വയസ്സ് മുതൽ തുടങ്ങിയാണ്? ഞാൻ കൊച്ചിയിൽ തുടങ്ങിയതാണ്. വളരെ ചെറുതേ തുടങ്ങിയതാണ്. അന്ന് ഷോർട്ട് പുട്ട് റണ്ണിങ്ങും ആയിരുന്നു. ഇപ്പം ഹാമറിലോട്ട് വന്നു. ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഹാമറിലോട്ട് വന്നു. എൻ്റെ 45-50 മീറ്റേഴ്സ് കിട്ടും. ഒളിമ്പിക്സ് ട്രൈ ചെയ്യാൻ ഇനിയും കുറച്ചും കൂടെ പെർഫോമൻസ് ചെയ്യണം. അടുത്ത ഒരു ട്രയലിനെങ്കിലും പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഓക്കെയാണ്. ഇവിടുത്തെ ഈ ഫെസിലിറ്റി ഓക്കെയാണ്. ചെയ്യുന്നുണ്ട്. മാഡം നല്ല സപ്പോർട്ടാണ്. ഫിസിക്കൽ ഡയറക്ടർ മാഡം നല്ല സപ്പോർട്ടാണ്. പിന്നെ സായിലും ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം സായിൽ. മെയിൻ പ്രശ്നം ഫിനാൻഷ്യലാണ്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ കഠിനാധ്വാനത്തിലാണ് സിബിൻ ചന്ദ്രൻ. ആകെയുള്ള പ്രതിസന്ധി സാമ്പത്തികം മാത്രമാണ്. സർക്കാരോ സുമനസ്സുകളോ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ കഠിനാധ്വാനത്തിലാണ് അദ്ദേഹം. ക്യാമറാമാൻ ചന്ദ്രനാരായണനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.